പ്രധാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ നിയമപരിജ്ഞാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുമെന്ന് തോന്നുന്നില്ല. അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അറിയില്ല, അദ്ദേഹം ആ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന AEOയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണോ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച SDPIയുടെ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് കളർ വ്യത്യാസമുള്ള വസ്ത്രമല്ലല്ലോ ആ കുട്ടി ധരിക്കുന്നത്, അതേ യൂണിഫോം തന്നെ അല്ലേ എന്നുള്ളതാണ്. യൂണിഫോം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരേ തരത്തിലുള്ള വസ്ത്രം എന്നതാണ് യൂണിഫോമിന്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും യൂണിഫോം ആണ് ധരിക്കുന്നതെങ്കിൽ ഒരേ തരത്തിലുള്ള വസ്ത്രമായിരിക്കും. ഇനി അതിന് പുറമെ അദ്ദേഹം മറ്റേതെങ്കിലും തരത്തിലുള്ള അതിന് പുറമെ ഒരു തലപ്പാവോ വല്ലതും വെച്ചിട്ടിരിക്കുകയും ഞാനൊരു കാവ്യ ഷോളൊക്കെ പുതച്ച് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂണിഫോം അല്ല. അതില്ലാതെ ആ സ്കൂൾ നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കുക എന്നുള്ളതിനാണ് യൂണിഫോം എന്ന് പറയുക.